സോൾട്ട് ഫാഷനിൽ സൂപ്പർ ഓഫർ എത്തിയിരിക്കുന്നു. അതെ, ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ. വെറും 399-ന് ഒരു ലേഡീസ് കുർത്തകളും ടോപ്പുകളും വാങ്ങൂ. ഒന്നുകൂടി തികച്ചും സൗജന്യം. സ്റ്റൈലിഷ് കളക്ഷനുകൾ, മികച്ച ക്വാളിറ്റി, ഇനി ഡബിൾ സന്തോഷത്തോടെ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ. ഏറ്റവും പുതിയ ഫാഷൻ ട്രെൻഡുകൾക്കായി ഇന്ന് തന്നെ ചുള്ളിക്കലുള്ള സോൾട്ട് ഫാഷൻ സന്ദർശിക്കൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. കൊച്ചി താലൂക്ക് സെൻട്രൽ ജമാഅത്ത് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ കൂട്ടായ്മ മുഹമ്മദ് ഷിയാസ് MLA സ്വീകരണവും നൽകി. കൊച്ചി താലൂക്ക് സെൻട്രൽ ജമാഅത്ത് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ കൂട്ടായ്മയും മുഹമ്മദ് ഷിയാസ് MLA സ്വീകരണവും നൽകി. പരിപാടി ജില്ലാ ജമാഅത്ത് കൗൺസിൽ പ്രസിഡന്റ് TA അഹമ്മദ് കബീർ ഉദ്ഘാടനം ചെയ്തു. കൊച്ചി താലൂക്ക് പ്രസിഡന്റ് PH നാസർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി CA ഫൈസൽ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. അഡീഷണൽ DGP അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാഫി മുഖ്യാതിഥിയായിരുന്നു. ആദ്യമായി ഷിയാസിനെ അഭിവാദ്യം ചെയ്യാം. പൊതുപ്രവർത്തന രംഗത്ത് ശ്രദ്ധേയമായ ഇടപെടലുകളിലൂടെ തൻ്റെ വ്യക്തിത്വം പ്രകാശിപ്പിക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്ന ഒരാളെന്നാണ്. ഈ കൊച്ചിയുടെ ഓരോ മൂലയും നേരിട്ട് അറിയുന്ന ഒരാളെന്നാണ്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ ഗുണപരമായ മാറ്റമുണ്ടാക്കണം. തൊലിപ്പുറമേയുള്ള ചികിത്സ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ആവശ്യമാണ്. അത്തരം കാര്യങ്ങളിൽ മനസ്സ് വെക്കാൻ ശേഷിയുള്ള ഒരാളെന്ന നിലക്ക് പ്രിയപ്പെട്ട ഷിയാസ് ആ ജോലി ഒരു ക്രമവൃദ്ധമായ രീതിയിൽ പൂർത്തിയാക്കണം എന്ന് ആദ്യമായി PSK മൊയ്തു ഭാക്കവി ബാടവന മുഖ്യ പ്രഭാഷണം നടത്തി. PM നൌഷാദ് ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി. KA താഹിർ സേഠ്, KA മുഹമ്മദ് അഷ്റഫ്, ബാബു സേഠ്, ഷംസുദ്ദീൻ ഫാറൂഖി, MM അബ്ദുൽ മജീദ്, അക്ബർ ബാദ്ഷാ, PA അബ്ദുൽ ഖാദർ, സാലിം ഫൈസി, നിസാമുദ്ദീൻ ബാക്കവി, അബ്ദുൽ മജീദ് ബാക്കവി, PK നാസർ, അബ്ദുൽ സലാം, മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു. മുഹമ്മദ് ഷിയാസ് MLA സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തി. ജമാഅത്ത് കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് ലഹരിക്കെതിരായിട്ടുള്ള വലിയ ബോധവൽക്കരണ പരിപാടി, അതിൻ്റെ ഊർജിതമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതുപോലെ ഒരു യോഗം വിളിച്ചു ചേർത്ത് നിങ്ങളുടെ ഈ നല്ല മനസ്സിനെ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. കേരളത്തിലെ എല്ലാ ജമാഅത്തുകളിലും എല്ലാ വെള്ളിയാഴ്ചയും ഏറ്റവും പ്രധാനപ്പെട്ട ജുമാ നമസ്കാരത്തിൻ്റെ മുമ്പ് നടക്കുന്ന ഖുതുബ പ്രസംഗത്തിൽ ഉൾപ്പെടെ ഈ മനുഷ്യരാശിയെ കാർന്നു തിന്നുന്ന ഈ ലഹരിയുടെ ഉപയോഗത്തിനെതിരായി നിരന്തരമായി നമ്മൾ ബോധവൽക്കരണം നടത്തുകയാണ്. നിരന്തരമായി ഇതിനെക്കുറിച്ചിട്ട് നമ്മൾ പുതിയ തലമുറയിലെ കുട്ടികളും അതുപോലെ തന്നെ വിവിധ തലമുറകളിൽപ്പെട്ട ആളുകളുമായി നമ്മൾ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഓരോ ദിവസവും പത്രമെടുത്ത് നോക്കുമ്പോൾ നിരാശയാണ് നമുക്കുണ്ടാകുന്നത്. ഏത് ക്രൈം എടുത്താലും അവിടെ ഒരു ജബ്ബാറോ ഒരു മുഹമ്മദോ